നിങ്ങളുടെ റൂം എപ്പോഴും അലങ്കോലമാണോ? അലമാര തുറക്കുമ്പോൾ സാധനങ്ങൾ താഴെ വീഴാറുണ്ടോ? ദിവസവും വൃത്തിയാക്കിയിട്ടും വീട് കുഴപ്പമായി തോന്നുന്നുണ്ടോ? എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. റൂമും അലമാരയും എളുപ്പത്തിൽ വൃത്തിയായി സൂക്ഷിക്കാനുള്ള മികച്ച ടിപ്പുകൾ അറിയാം. വീട് ഭാഗം 1. വൃത്തിയാക്കൽ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം റൂം മുഴുവൻ ഒന്ന് നോക്കുക. എവിടെയാണ് കൂടുതൽ കുഴപ്പമുള്ളത് എന്ന് കണ്ടെത്തുക. ഒരു സമയം മുഴുവൻ റൂം വൃത്തിയാക്കാൻ ശ്രമിക്കരുത്. ഓരോ ഭാഗങ്ങളായി വൃത്തിയാക്കുക. അങ്ങനെ ചെയ്താൽ ജോലി എളുപ്പമാകും. ഭാഗം 2. കിടക്ക വൃത്തിയാക്കുക. രാവിലെ എഴുന്നേറ്റ് ഉടൻ കിടക്ക ശരിയാക്കുക. ബെഡ്ഷീറ്റ് നന്നായി വിരിക്കുക. തലയണകൾ ക്രമപ്പെടുത്തി വെക്കുക. ഇത് റൂമിനെ ഉടൻ വൃത്തിയായി കാണിക്കും. ടീഷർട്ട് ഭാഗം 3. അലമാര ക്രമപ്പെടുത്തുക. അലമാരയിൽ നിന്ന് എല്ലാ വസ്ത്രങ്ങളും പുറത്തെടുക്കുക. ശേഷം 3 വിഭാഗങ്ങളാക്കുക. ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, ഇടയ്ക്ക് ഉപയോഗിക്കുന്നവ, ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുകയോ മാറ്റിവെക്കുകയോ ചെയ്യുക. വസ്ത്രം ഭാഗം 4. വസ്ത്രങ്ങൾ മടക്കി വെക്കുക. ഷർട്ടുകൾ ഒരുമിച്ച്, സാരികൾ ഒരുമിച്ച്, ചുരിദാറുകൾ ഒരുമിച്ച്, കുട്ടികളുടെ വസ്ത്രങ്ങൾ വേറെ. ഇങ്ങനെ വിഭാഗങ്ങളായി വെച്ചാൽ എളുപ്പം കണ്ടെത്താം. ഭാഗം 5. ഷൂസുകളും ബാഗുകളും ഷൂസ് റാക്കിൽ മാത്രം സൂക്ഷിക്കുക. റൂമിന്റെ പല ഭാഗങ്ങളിലും ചിതറിക്കിടക്കാൻ അനുവദിക്കരുത്. ബാഗുകൾ ഒരേ സ്ഥലത്ത് തൂക്കിയിടുക. ഭാഗം 6. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക. പഴയ ബില്ലുകൾ, തകരാറായ വസ്തുക്കൾ, കാലിയായ ബോക്സുകൾ ഇവ സൂക്ഷിക്കാതെ ഒഴിവാക്കുക. ഇത് സ്ഥലം ലാഭിക്കാം. ഭാഗം 7. പൊടിയും ചിലന്തിവലയും നീക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ജനലുകൾ തുടയ്ക്കുക. ഫാനുകൾ വൃത്തിയാക്കുക. ചിലന്തിവലകൾ നീക്കം ചെയ്യുക. റൂം കൂടുതൽ മനോഹരമാകും. ഭാഗം 8. നല്ല സുഗന്ധം നൽകുക. റൂമിൽ നല്ല ഗന്ധം ഉണ്ടാകാൻ ജനലുകൾ തുറന്ന് വായു കയറാൻ അനുവദിക്കുക. ചെറിയ പൂച്ചെടികൾ വെക്കാം. ഇത് റൂമിന് പുതുമ നൽകും. ഭാഗം 9. ദിവസവും 10 മിനിറ്റ് പ്രതിദിനം വെറും 10 മിനിറ്റ് മാറ്റിവെച്ചാൽ മതി. സാധനങ്ങൾ അവയുടെ സ്ഥാനത്ത് തിരികെ വെക്കുക. കുഴപ്പം കൂടാതെ സൂക്ഷിക്കാം. ഭാഗം 10. അലമാര എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ പുതിയ വസ്ത്രം വാങ്ങുമ്പോൾ പഴയതൊന്ന് ഒഴിവാക്കുക. മാസത്തിൽ ഒരിക്കൽ അലമാര പരിശോധിക്കുക. ആവശ്യമില്ലാത്തവ മാറ്റുക. അലമാര നിറയെ ഡ്രസ്സുകൾ ഉണ്ടായിട്ടും ധരിക്കാൻ നല്ല ഡ്രസ്സ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടോ? ഇസ്തിരിയിട്ട വസ്ത്രങ്ങൾ പോലും ചുളിയാകുന്നുണ്ടോ? ഇന്ന് ഡ്രസ്സുകൾ എങ്ങനെ എപ്പോഴും വൃത്തിയായും പുതുമയോടെയും സൂക്ഷിക്കാമെന്ന് നോക്കാം. 1. ധരിച്ച വസ്ത്രങ്ങൾ ഉടൻ മടക്കി വെക്കരുത്. പുറത്ത് ധരിച്ച വസ്ത്രങ്ങൾ വീട്ടിലെത്തിയ ഉടൻ അലമാരയിൽ വെക്കരുത്. കുറച്ചു സമയം വായു കിട്ടുന്ന സ്ഥലത്ത് തൂക്കിയിടുക. ഇത് ദുർഗന്ധം ഒഴിവാക്കും. 2. വസ്ത്രങ്ങൾ കൂമ്പാരമാക്കി ഇടരുത്. ധരിച്ച വസ്ത്രങ്ങൾ ഒരു കസേരയിലോ കട്ടിലിലോ കൂട്ടിയിടുന്നത് ഒഴിവാക്കുക. ലോണ്ട്രി ബാസ്ക്കറ്റ് ഉപയോഗിക്കുക. 3. വിഭാഗങ്ങളായി സൂക്ഷിക്കുക. ഷർട്ടുകൾ ഒരു ഭാഗത്ത്, സാരികൾ ഒരു ഭാഗത്ത്, ചുരിദാറുകൾ വേറെ, ടീഷർട്ടുകൾ വേറെ. ഇങ്ങനെ വെച്ചാൽ എളുപ്പം കണ്ടെത്താം. 4. ഹാങ്കർ ഉപയോഗിക്കുക. ചുളിയാൻ സാധ്യതയുള്ള വസ്ത്രങ്ങൾ ഹാങ്കറിൽ തൂക്കിയിടുക. ഇത് വസ്ത്രത്തിന്റെ ഭംഗി നിലനിർത്തും. 5. അലമാര ഇടയ്ക്കിടെ തുറക്കുക. ആഴ്ചയിൽ ഒരു ദിവസം അലമാര തുറന്ന് വായു കയറാൻ അനുവദിക്കുക. ഈർപ്പവും ദുർഗന്ധവും കുറയും. 6. വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം അലമാരയിൽ വെക്കുക. ചെറിയ കറയുണ്ടെങ്കിലും കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം സൂക്ഷിക്കുക. അല്ലെങ്കിൽ മറ്റു വസ്ത്രങ്ങളിലേക്ക് അഴുക്ക് പകരാം. 7. നല്ല സുഗന്ധം നിലനിർത്തുക. അലമാരയിൽ ചെറിയ സുഗന്ധ സാഷറ്റുകളോ കർപ്പൂരമോ വെക്കാം. വസ്ത്രങ്ങൾക്ക് നല്ല മണം ലഭിക്കും. 8. സീസൺ അനുസരിച്ച് ക്രമീകരിക്കുക. കുറച്ച് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ വേറെ ബോക്സിൽ സൂക്ഷിക്കുക. നിത്യ ഉപയോഗ വസ്ത്രങ്ങൾ മുൻവശത്ത് വെക്കുക. 9. അലമാര നിറച്ചുവെക്കരുത്. അമിതമായി വസ്ത്രങ്ങൾ നിറച്ചാൽ ചുളിയും കുഴപ്പവും കൂടും. കുറച്ച് ഒഴിവു സ്ഥലം നൽകുക. 10. മാസത്തിൽ ഒരിക്കൽ പരിശോധന. ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ മാറ്റിവെക്കുക. ആവശ്യമില്ലാത്തവ ദാനം ചെയ്യാം. റൂം ചെറുതാണോ? സാധനങ്ങൾ വെക്കാൻ സ്ഥലം കിട്ടുന്നില്ലേ? എത്ര വൃത്തിയാക്കിയാലും റൂം നിറഞ്ഞതായി തോന്നുന്നുണ്ടോ? ഇന്ന് ചെറിയ റൂമിൽ പോലും എങ്ങനെ കൂടുതൽ സ്ഥലം ലാഭിക്കാമെന്ന് നോക്കാം. 1. കിടക്കയുടെ അടിഭാഗം ഉപയോഗിക്കുക. പല വീടുകളിലും കിടക്കയുടെ അടിയിലെ സ്ഥലം വെറുതെ കിടക്കാറുണ്ട്. അവിടെ ബോക്സുകളിലോ സ്റ്റോറേജ് ബാഗുകളിലോ സാധനങ്ങൾ സൂക്ഷിക്കാം. പഴയ വസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റുകൾ, പുതപ്പുകൾ എന്നിവ അവിടെ വെക്കാം. 2. ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ മാറ്റുക. അലമാരയിലെ പല വസ്ത്രങ്ങളും മാസങ്ങളായി ഉപയോഗിക്കാത്തവ ആയിരിക്കും. അവ ദാനം ചെയ്യുകയോ വേറെ സൂക്ഷിക്കുകയോ ചെയ്യുക. ഇത് ധാരാളം സ്ഥലം ലാഭിക്കും. 3. ചുവരുകൾ ഉപയോഗിക്കുക. ചുവരിൽ ഹുക്കുകൾ സ്ഥാപിക്കുക. ബാഗുകൾ, തൊപ്പികൾ, ചെറിയ സാധനങ്ങൾ എന്നിവ തൂക്കിവെക്കാം. തറയിലെ സ്ഥലം ലാഭിക്കാം. 4. മൾട്ടിപർപ്പസ് ഫർണിച്ചർ തിരഞ്ഞെടുക്കുക. സ്റ്റോറേജ് ഉള്ള കട്ടിൽ, ഡ്രോയറുള്ള മേശ എന്നിവ ഉപയോഗിച്ചാൽ അധിക സ്ഥലം ലഭിക്കും. 5. ബോക്സുകൾ ലേബൽ ചെയ്യുക. സാധനങ്ങൾ വിഭാഗങ്ങളായി ബോക്സുകളിൽ സൂക്ഷിക്കുക. ഓരോ ബോക്സിലും പേരെഴുതുക. കണ്ടെത്താൻ എളുപ്പമാകും. 6. ഷൂസ് ക്രമമായി സൂക്ഷിക്കുക. ഷൂസ് ഒരു റാക്കിൽ മാത്രം വെക്കുക. റൂമിൽ ചിതറിക്കിടക്കാൻ അനുവദിക്കരുത്. 7. തകരാറായ സാധനങ്ങൾ ഒഴിവാക്കുക. വർഷങ്ങളായി ഉപയോഗിക്കാത്തതും തകരാറായതുമായ സാധനങ്ങൾ സൂക്ഷിക്കേണ്ടതില്ല. ഇവ മാറ്റിയാൽ കൂടുതൽ സ്ഥലം ലഭിക്കും. 8. വലിയ കണ്ണാടി ഉപയോഗിക്കുക. ഒരു വലിയ കണ്ണാടി റൂമിനെ കൂടുതൽ വിശാലമായി തോന്നിക്കും. 9. ദിവസവും 10 മിനിറ്റ് ക്രമപ്പെടുത്തുക. ഉപയോഗിച്ച സാധനങ്ങൾ അതത് സ്ഥാനത്ത് തിരിച്ചുവെക്കുക. കുഴപ്പം കുറയും. 10.
ലംബ സ്റ്റോറേജ് ഉപയോഗിക്കുക. മുകളിലേക്കുള്ള ഷെൽഫുകളും റാക്കുകളും ഉപയോഗിക്കുക. ചെറിയ റൂമിൽ കൂടുതൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ സഹായിക്കും.